ബ്രഹ്മാവിന്റെ പുത്രനും പ്രജാപതിയുമായ ദക്ഷന് തന്റെ 16 പുത്രിമാരിൽ ഇളയവളായ സതിയോട് അഗാധമായ വാത്സല്യമുണ്ടായിരുന്നു. എന്നാൽ സതിക്ക് യൗവനം വന്നപ്പോൾ അവളുടെ ഹൃദയം പരമശിവനോടുള്ള പ്രണയത്താൽ നിറഞ്ഞു. ദക്ഷന് ഒട്ടും ഇഷ്ടമല്ലാത്ത സംഹാരമൂർത്തിയും തപസ്വിയുമായ ശിവൻ. കൈലാസ പർവ്വതത്തിന്റെ നിഗൂഢ സൗന്ദര്യത്തിൽ ഭസ്മം പൂശി ലളിതജീവിതം നയിച്ചിരുന്ന ശിവൻ ദക്ഷന്റെ ദൃഷ്ടിയിൽ എന്നും അനഭിമതനായിരുന്നു. തന്റെ രാജകീയ പദവിക്ക് ഒട്ടും ചേർന്നവനല്ല ശിവനെന്ന് ദക്ഷൻ കണക്കാക്കി. എന്നാൽ സതിക്ക് ശിവൻ പരമസത്യമായിരുന്നു. ദേവിയുടെ അചഞ്ചലമായ ഭക്തിയും കഠിനമായ തപസ്സും ഒടുവിൽ ശിവനെ ഭർത്താവായി നേടാൻ സഹായിച്ചു. ഈ വിവാഹം ദക്ഷനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ദക്ഷന് ശിവനോടുള്ള വൈരം ആരംഭിക്കുന്നത് ബ്രഹ്മാവ് നടത്തിയ ഒരു മഹായജ്ഞത്തിൽ വെച്ചാണ്. ദക്ഷൻ യാഗശാലയിലെത്തിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റുനിന്ന് ആദരവ് പ്രകടിപ്പിച്ചു, ബ്രഹ്മാവും ശിവനുമൊഴികെ. ശിവൻ തന്നെ മനഃപൂർവ്വം അപമാനിച്ചു എന്ന് ദക്ഷൻ തെറ്റിദ്ധരിച്ചു. ഈ അപമാനത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ദക്ഷൻ ശപഥം ചെയ്തു. ഈ പക ദക്ഷന്റെ മനസ്സിൽ ആളിക്കെത്തി. ശിവനെ അപമാനിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമായി അത് രൂപാന്തരപ്പെട്ടു. പ്രതികാരദാഹിയായ ദക്ഷൻ പിന്നീട് ഒരു വലിയ യാഗം, ബൃഹസ്പതിസ്തവം, സംഘടിപ്പിച്ചു. എല്ലാ ദേവന്മാരെയും പ്രജാപതികളെയും രാജാക്കന്മാരെയും ക്ഷണിച്ചുവെങ്കിലും ശിവനെയും സതിയെയും മനഃപൂർവ്വം ഒഴിവാക്കി. തന്റെ പിതാവിന്റെ മഹത്തായ യാഗത്തെക്കുറിച്ച് കേട്ട സതിക്ക് അവിടെ പോകാൻ അതിയായ ആഗ്രഹം തോന്നി. ക്ഷണിക്കപ്പെടാതിരുന്നിട്ടും സതീദേവി ശിവനോട് യാഗത്തിൽ പങ്കെടുക്കാൻ അപേക്ഷിച്ചു. ശിവൻ ശാന്തനായി ദേവിയെ ഓർമ്മിപ്പിച്ചു, ക്ഷണിക്കപ്പെടാതെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഉചിതമല്ലെന്ന്. എന്നാൽ സതിക്ക് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. താനൊരു മകളാണെന്നും അവിടെ ഔപചാരികതയുടെ ആവശ്യമില്ലെന്നും ദേവി വാദിച്ചു. ഒടുവിൽ ശിവന്റെ വാക്കിനെ ധിക്കരിച്ച് സതീദേവി യാഗത്തിനു പുറപ്പെട്ടു. ഭൂതഗണങ്ങൾ സതിയെ അനുഗമിച്ചു. യാഗശാലയിലെത്തിയ സതിക്ക് തന്റെ സ്വന്തം ഭവനത്തിൽ തന്നെ ഒരു അപരിചിതയെപ്പോലെ അനുഭവപ്പെട്ടു. ദക്ഷൻ തന്റെ വെറുപ്പ് മറച്ചുവെക്കാതെ സതിയെ പരസ്യമായി അവഗണിച്ചു. ദക്ഷന്റെ വാക്കുകൾ മൂർച്ചയേറിയ അമ്പുകൾ പോലെ സതിയുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി. സദസ്സിലിരുന്ന വിശിഷ്ടാതിഥികളുടെ മുന്നിൽ വെച്ച് ശിവനെ വേദവിരോധിയെന്നും ശ്മശാനവാസിയെന്നും വിളിച്ച് അയാൾ നിന്ദിച്ചു. ശിവന്റെ വാക്കു കേൾക്കാതിരുന്നതിൽ സതിക്ക് അതിയായ ദുഃഖം തോന്നി. തന്നെയും തന്റെ പ്രിയ ഭർത്താവിനെയും പരസ്യമായി അപമാനിക്കുന്നത് സതിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതികഠിനമായ ക്രോധത്തോടെ സതീദേവി ഇപ്രകാരം പ്രസ്താവിച്ചു, മഹാദേവനെ അങ്ങ് അകാരണമായി നിന്ദിച്ചതുകൊണ്ട് അങ്ങയിൽ നിന്നും ലഭിച്ച ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. തുടർന്ന് യാഗാഗ്നിയിലേക്ക് ചാടി ആത്മാഹുതി ചെയ്തു. ചില ഐതിഹ്യങ്ങളിൽ സതി ഉഗ്രരൂപിണിയായ ആദിശക്തിയായി രൂപാന്തരം പ്രാപിച്ച് സ്വന്തം ശക്തിയാൽ ദേഹമുപേക്ഷിച്ച് മൂലരൂപത്തിൽ ലയിക്കുന്നു. സതിയുടെ ഭയാനകമായ മരണവാർത്ത ശിവനെ തകർത്തു. അദ്ദേഹത്തിന്റെ ദുഃഖം ഭീകരമായ കോപമായി പരിണമിച്ചു. ദുഃഖത്തിലും ക്രോധത്തിലും അദ്ദേഹം തന്റെ ജടയിൽ നിന്ന് ഒരു മുടി പറിച്ചെടുത്ത് നിലത്തടിച്ചു. ആ ശക്തിയിൽ നിന്ന് പരാക്രമിയായ വീരഭദ്രനും ഉഗ്രരൂപിണിയായ രുദ്രകാളിയും പ്രത്യക്ഷപ്പെട്ടു. അവർ ഭൂതഗണങ്ങളോടൊപ്പം കൊടുങ്കാറ്റുപോലെ യാഗശാലയിലേക്ക് പാഞ്ഞടുത്തു. പരിഭ്രാന്തരായ അതിഥികൾ ചിതറിയോടി. യാഗത്തിന്റെ മുഖ്യപുരോഹിതനായ ഭൃഗു ഒരു സൈന്യത്തെ സൃഷ്ടിച്ച് ആക്രമണത്തെ ചെറുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഭൃഗുവിന്റെ സൈന്യം നശിച്ചു. യാഗശാല തകർക്കപ്പെട്ടു. ദേവന്മാരും പ്രജാപതികളും രാജാക്കന്മാരുമുൾപ്പെടെ യാഗത്തിൽ പങ്കെടുത്തവരെല്ലാം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. യമന്റെ ദണ്ഡ് ഒടിഞ്ഞു. മിത്രന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ഇന്ദ്രനെ വീരഭദ്രനും ഭൂതഗണങ്ങളും ചവിട്ടിമെതിച്ചു. ഭൃഗുവിന്റെ താടി പിഴുതെടുത്ത് വിജയചിഹ്നമായി കൊണ്ടുപോയി. ഈ നാശത്തിന് കാരണക്കാരനായ ദക്ഷനെ പിടികൂടി ദക്ഷന്റെ ശിരസ് അപ്പോൾ തന്നെ ഛേദിക്കപ്പെട്ടു. ചില വ്യാഖ്യാനങ്ങളിൽ പരബ്രഹ്മനോ വിഷ്ണുവോ ഇടപെട്ട് ഈ കലഹത്തിന് അറുതി വരുത്തി സമാധാനം സ്ഥാപിച്ചു. ശിവൻ ദക്ഷന് മാപ്പ് നൽകി. ദക്ഷന്റെ ഛേദിക്കപ്പെട്ട ശരീരത്തിൽ ഒരു ആടിന്റെ തലവച്ച് പിടിപ്പിച്ച് ജീവൻ തിരികെ നൽകി. അങ്ങനെ യാഗം വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ സതിയെക്കുറിച്ചുള്ള ശിവന്റെ ദുഃഖം അഗാധവും അവസാനിക്കാത്തതുമായിരുന്നു. ശിവൻ സതിയുടെ നിർജീവ ശരീരം പേറി പ്രപഞ്ചത്തിലുടനീളം അലഞ്ഞു. മഹാദേവനെ ഈ അവസ്ഥ പ്രപഞ്ച സന്തുലനത്തെ ബാധിക്കാതിരിക്കാൻ വിഷ്ണുദേവൻ സതീദേവിയുടെ ശരീരം സുദർശനത്താൽ ഛേദിച്ചുവെന്ന് ചില വൈഷ്ണവ പുരാണങ്ങൾ പറയുന്നു. ദേവിയുടെ ശരീരഭാഗങ്ങൾ ശിവൻ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ പതിച്ചു. ഈ സ്ഥലങ്ങൾ പിന്നീട് ശക്തിപീഠങ്ങൾ എന്നറിയപ്പെട്ടു. ദക്ഷയാഗം അഹങ്കാരത്തിന്റെ ഭവിഷ്യത്തുകളെയും യഥാർത്ഥ ഭക്തിയുടെ ആഴത്തെയും നാശത്തിന്റെയും പുനർജന്മത്തിന്റെയും ചാക്രിക സ്വഭാവത്തെയും കുറിച്ചുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.